ആന്റണി ജനകീയനായ MP ആണ് എന്നൊരു ഇമേജ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. തോമസ് ഐസക് ആലപ്പുഴക്കാരനല്ലേ, പത്തനംതിട്ടക്കാരനായ ആന്റണിയെ ജയിപ്പിക്കണ്ടേ എന്നാണ് ചില വോട്ടർമാർ ചോദിക്കുന്നത്. ഞാൻ എതിർ സ്ഥാനത്തെക്കുറിച്ച് മോശമൊന്നും പറയുന്നില്ല, ഞാൻ ചെയ്യിച്ചോട്ടെ എന്ന്. എനിക്കതിനെക്കുറിച്ച് പറയാനുണ്ട്. മന്ത്രിയായിരിക്കുമ്പോൾ ചെയ്ത കാര്യം, ജനകീയ ആസൂത്രണം നടത്തിയപ്പോൾ ചെയ്ത കാര്യം, ആലപ്പുഴ ചെയ്ത കാര്യങ്ങൾ, ഞാനെന്തിനാ മറ്റൊരാളെ കുറ്റം പറയാൻ വേണ്ടി നടക്കുന്നു? ജനങ്ങൾ താരതമ്യപ്പെടുത്തിക്കോട്ടെ. എൻ്റെ 15 വർഷവും അദ്ദേഹത്തിൻ്റെ 15 വർഷവും. ഏതായാലും ഞാൻ വ്യക്തിപരമായിട്ട് ഒരു അറ്റാക്കിനുമില്ല. ഈ കഴിഞ്ഞ തവണ കെ സുരേന്ദ്രൻ 2,97,000 വോട്ട് പിടിച്ചു. ഇത്തവണ അനിൽ ആന്റണിയാണ്, AK ആന്റണിയുടെ മകനാണ്. സ്വാഭാവികമായും ആ വോട്ടുകൾ ശബരിമല സീസൺ അല്ലാത്തത് കൊണ്ട് അത് കുറഞ്ഞാൽ അത് ആരിലേക്ക് പോകുമെന്നതൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചോദ്യമാണ്. ഇറ്റ്സ് എ ഗെയിം ഓഫ് നമ്പേഴ്സ്. യഥാർത്ഥത്തിൽ അതാണ് ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ. BJPക്ക് ഒരു 10-12% വോട്ടപ്പുറം വോട്ട് കിട്ടില്ല. BJP വളരെ പുറകോട്ടാണ്. അത് 19 ശേഷം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ തന്നെ വ്യക്തമായിരുന്നു BJP താഴേക്കാണ്. കഴിഞ്ഞ നിയമസഭ വന്നപ്പോൾ അത് 16%. ഇപ്പോൾ ഈ ലോക്സഭയിൽ 12-10 ചുരുങ്ങും. അപ്പോൾ ഈ BJPയുടെ വോട്ട് എങ്ങോട്ട് എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത് പത്തനംതിട്ടയിൽ കഴിഞ്ഞ ഒരു 2-3 വർഷത്തിനിടയിൽ ആയിരക്കണക്കിന് BJP പ്രവർത്തകർ വിട്ടു BJP, CPMലേക്ക് വന്നു. അങ്ങനെ CPM വിട്ടുപോയവരെയൊക്കെ തിരിച്ചു കൊണ്ടുവരാനും BJPയിലുള്ള ഇടത്തരം നേതാക്കന്മാരെ പാർട്ടിയോട് അടുപ്പിക്കുന്നതിനും വളരെ ബോധപൂർവമുള്ള പരിശ്രമം നടത്തിയിട്ടുണ്ട്. അത് വിജയിച്ചിട്ടുണ്ട്. അത് BJPയിൽ നിന്ന് CPMലേക്കുള്ള ഒരു ഒഴുക്ക് പത്തനംതിട്ടയിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ്. BJP ഒത്തിരി പേരിങ്ങനെ വന്നു, കോൺഗ്രസിൽ നിന്നും വന്നിട്ടുണ്ട്. അതാണ് ഇവിടെ വന്നിരിക്കുന്ന രാഷ്ട്രീയ ബലാബലത്തിലെ മാറ്റം. 2 DCC പ്രസിഡന്റ്മാർ ഇന്ന് ഞങ്ങളുടെ നേതൃത്വത്തിൽ സജീവമായിട്ട് നിൽക്കുകയാണ്. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് CPMനോടൊപ്പമാണ്. അപ്പം ഇങ്ങനെ ഒരു രാഷ്ട്രീയ മാറ്റം ഇവിടെ വന്നിട്ടുണ്ട് എന്ന് ഞാൻ പറയുകയാണ്. രണ്ടാമത്തേത്, അനിൽ ആന്റണിക്ക് ഈ വോട്ട് സമാഹരിക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായിരിക്കും ചെയ്യുന്നത്? അതിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മാസം അവരൊന്നും മാറിയിട്ടൊന്നുമില്ല. അവരെ അനിൽ ആന്റണിക്ക് വോട്ട് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ അവർ നോക്കത്തില്ലേ വ്യക്തികളെ? അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കില്ല. താങ്കൾക്ക് വോട്ട് നൽകിയാൽ പത്തനംതിട്ട മണ്ഡലത്തിലെ ആളുകൾക്ക് തലകുനിച്ച് നടക്കേണ്ടി വരും. നിലപാടുകളുടെ കാര്യത്തിലാണെങ്കിലും ശരി, വികസനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി.